മലപ്പുറം വണ്ടൂരിൽ ശശി തരൂർ എംപിക്ക് നേരെയുണ്ടായ കയ്യേറ്റ ശ്രമത്തിനിടെ ഗൺമാന് പരിക്കേറ്റ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. കാളികാവ് സ്വദേശി ഉമ്മറാണ് അറസ്റ്റിലായത്. മറ്റ് 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. അക്രമികൾ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നു. ഗോകുൽ, 5 പേർക്കെതിരെയാണ് ആകെ കേസെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരാൾ അറസ്റ്റിലായിരിക്കുന്നു, 2 പേർ കസ്റ്റഡിയിലുണ്ട്. ഇപ്പോഴും ഇതിന് പിന്നിലുള്ള കാരണം എന്ത് എന്നുള്ളതിൽ ഒരു വ്യക്തത കുറവുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് രാഷ്ട്രീയ പരമായാണോ അതോ വ്യക്തിപരമായ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ എന്തെങ്കിലും സൂചനകൾ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ? അനിൽ, ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ ഏറനാട്ട UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടി കഴിഞ്ഞ് വണ്ടൂരിലേക്ക് ശശി തരൂർ വാഹനത്തിൽ പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വാഹനം തടയുകയും ഗൺമാന് നേരെ അസഭ്യം പറയുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഗതാഗതക്കുരുക്കുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് തർക്കത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. 2 കാറുകളിലെത്തിയ 5ഓളം വരുന്ന സംഘമാണ് ശശി തരൂർ MP സഞ്ചരിച്ചിരുന്ന വാഹനം തടയുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായത്. ശശി തരൂർ MPയുടെ വാഹനം തടഞ്ഞ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഗൺമാനും ഡ്രൈവറും പുറത്തിറങ്ങി ഈ 5 സംഘത്തെ തടയുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഗൺമാനെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അദ്ദേഹം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ച് ഈ 5 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ കാളികാവ് സ്വദേശിയായിട്ടുള്ള ഉമ്മറിനെ അറസ്റ്റ് ചെയ്യുകയും മറ്റു 2 പേരെ കാളികാവ് സ്വദേശിയായിട്ടുള്ള ഒരാളെ 3 പേരെ പിടികൂടിയിട്ടുള്ളത്. അതിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ 5 സംഘം സഞ്ചരിച്ച വാഹനം കൂടി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. മറ്റു 2 പേരെ കുറിച്ചും വ്യക്തമായ സൂചന പോലീസിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അനിൽ, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്. ശശി തരൂർ MPയുടെ വാഹനവും തടഞ്ഞുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഗൺമാന അതുമായി ഉണ്ടായ തർക്കത്തിനിടെ ഗൺമാന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ അറസ്റ്റിലായിരിക്കുകയാണ്. 2 പേർ കൂടി കസ്റ്റഡിയിലുണ്ട്. ആകെ 5 പേർക്കെതിരെയാണ് ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളല്ല, വ്യക്തിപരമായ കാരണങ്ങളാണ്. വാഹനം കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ പ്രശ്നത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.